విఘ్నహరం దేవం సర్వ విఘ్న వివర్జితం సర్వసిద్ధి ప్రదాతారం వందేహం గణనాయకం వందేహం గణనాయకం Come on, darling. मैं भैया
മിനി, നീ കാറിൽ നിന്ന് ഫ്ലാസ്കിങ് എടുത്തോണ്ട് വാ. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഇയാളെ കാറിന്റെ അടുത്തോട്ട് കൊണ്ടുപോവാം. പിടി. നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? പറയാം. ഞാൻ പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും വളരെ കാര്യമായി ചിന്തിക്കണം. ഈ സമരം കൊണ്ട് നമുക്കൊന്നും നേടാനില്ല. പകരം നഷ്ടപ്പെടുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബജീവിതമാണ്. സമരം ചെയ്യണമോ ഞങ്ങൾക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ തന്നേച്ചാൽ മതി. ആനുകൂല്യങ്ങൾ തരില്ലെന്ന് എംടി പറയുന്നില്ലല്ലോ. കുറച്ച് സാവകാശം വേണമെന്നല്ലേ പറയുന്നുള്ളൂ. എന്ത് സാവകാശം? 3 വർഷമായി തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചത് പോരായിരിക്കും. ഇത് പറ്റിക്കലല്ല, പിന്നെ വഞ്ചിക്കലാവും. ഒന്ന് വെറുതെ ഇരിക്കേണ്ട സഖാവേ. കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാൻ. ഇതിൽ കൂടുതൽ എന്ത് ഗൗരവം? ഞാൻ എത്ര വാഴ്ചയ്ക്ക് ശേഷമാണ് എംഡി ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറായതെന്നറിയാമോ? അതുകൊണ്ട് നിങ്ങൾ നാളെ തുടങ്ങാൻ പോകുന്ന സമരത്തിൽ നിന്ന് പിന്മാറണം. സാധ്യമല്ല. വിട്ടുവീഴ്ചകൾ പലത് കഴിഞ്ഞാണ്. ഇനി ഇവിടെ രണ്ടിലൊന്നാണ് അറിയേണ്ടത്. കിട്ടാനുള്ള ന്യായമായ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ വാദിക്കുന്നത്. കമ്പനി വളരെ നഷ്ടത്തിലാണ് ഓടുന്നത്. നഷ്ടം സഹാവിന് എങ്ങനെ അറിയാം? അതോ സഹാവിനും ഇതിൽ പാർട്ണർഷിപ്പ് ഉണ്ടോ? നഷ്ടമാണ് പോലും. എന്ത് നഷ്ടം? ഒരു ട്രേഡ് യൂണിയൻ നേതാവെന്ന നിലയിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ലെങ്കിൽ ഞാൻ എംഡിയോട് സംസാരിക്കാം. സഖ ഒന്ന് മനസ്സിലാക്കണം, ഇത്രയും നാളും ഞങ്ങൾ സഹിച്ചു. ഇനി ഇവരുടെയൊക്കെ എത്തിരി തിന്നുന്ന തെരുവ് തണ്ടികളാകാൻ ഞങ്ങളെ കിട്ടില്ല. രാജനോ? ഞാൻ വിളിപ്പിക്കാനിരിക്കുകയായിരുന്നു. ഇരിക്കും. വേണ്ട, ഞാൻ നിന്നോളാം. ഇതാ രാജന്റെ ഓഹരി. ഞാൻ മറന്നതല്ല, രാജന് വേണ്ടി പ്രത്യേകം മാറ്റിവെച്ചതാണ്. മനസ്സിലായില്ല. രാജൻ ചെറുപ്പമാണ്. അവസരങ്ങൾ പാഴാക്കാതെ മുന്നേറുകയാണ് ഒരു തൊഴിലാളി നേതാവിന്റെ നേട്ടം. എന്റെ നേട്ടത്തെക്കുറിച്ച് സാറ് ബേജാറാകേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾക്കറിയേണ്ട തടഞ്ഞു വെച്ച ബോണസിന്റെ കാര്യമാണ്. ഇത് രാജന്റെ വീതമാണ്, 50,000. ഇത് വാങ്ങിച്ചിട്ട് ഒരു കോംപ്രമൈസിന് എന്തുകൊണ്ട് തയ്യാറായിക്കൂടാ? എമൗണ്ട് കുറഞ്ഞു പോയെന്ന് തോന്നുന്നുണ്ടോ? അറിയൂ. എല്ലിൻ കഷങ്ങൾ കാണിച്ചാൽ വാലാട്ടുന്ന കൊടിച്ചുപട്ടികൾ വേറെ കാണും. പക്ഷെ അതിന് എന്നെ കിട്ടില്ല. ഇത് അവസാനത്തെ വാക്കാണോ? അവസാനത്തിന്റെ ആദ്യത്തെയും പ്രശ്നമല്ല. ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ അടുപ്പിൻ കല്ല് ചിതലരിക്കുന്ന ഒരു കൂട്ടം തൊഴിലാളികളുടെ പ്രശ്നമാണ്. അത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ. എന്റെ കമ്പനി അടച്ചു പൂട്ടിയാൽ നീ എന്ത് ചെയ്യും? അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നിന്റെ നേതാവ് ഒപ്പിട്ട എഗ്രിമെന്റിൽ ഒരു സൈൻ ഇടണം. അപ്പോഴേ സാറേ, നിങ്ങൾ ഇത് ഒത്തുതീർക്കാൻ ചെലവാക്കുന്ന ഈ തുകയുണ്ടല്ലോ, ആ പാവപ്പെട്ട തൊഴിലാളികൾ കൊണ്ട് ചെലവാക്കിയിരുന്നെങ്കിൽ എത്ര ഉപകാരമായിരുന്നു. രാജൻ, നേതാവ് ചവഞ്ഞു കിടക്കുന്ന കണ്ട അണ്ടനും അടകോടനും വേണ്ടി നിങ്ങൾക്ക് ലക്ഷങ്ങൾ മുടക്കാം. പകൽ അന്തിയോളം ചോര നീരാക്കി പാടുപെടുന്ന ഞങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ നിങ്ങൾക്ക് പറ്റില്ല. നിന്റെ സംസാരം കുറെ കൂടുന്നു. നിങ്ങൾ സംസാരിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ പാവപ്പെട്ട ഞങ്ങളുടെ വിയർപ്പിന്റെ വില കൊണ്ട് കഴിയുന്ന നിങ്ങൾക്ക് എന്തറിയാം? ഈ അഗ്രിമെന്റ് ഉണ്ടല്ലോ, ഇതിലെന്റെ പട്ടി പോലും ഒപ്പിടില്ല. ഇത്രയും നാൾ നിന്നെ വിശ്വസിച്ചാണ് തെറ്റ്. 1 മണിക്കൂറിനുള്ളിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ നീയും കാണില്ല, നിന്റെ കമ്പനിയും കാണില്ല. ഇതിങ്ങനെ വിട്ടാൻ പറ്റില്ല. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. അത് തന്നെ ഞാനും പറയുന്നു. പറഞ്ഞിട്ട് എന്താ കാര്യം? പോലീസ് വരുന്നു. പോലീസ് വന്ന് എന്ത് ചെയ്യാനാ? ആരാടാ ഇവിടെ വെള്ളം ഉണ്ടാക്കിയത്? ചോദിച്ചു കേട്ടില്ലേ? ആരാടാ ഇവിടെ വെള്ളം ഉണ്ടാക്കിയത്? ഞാനല്ല. എനിക്കറിയാൻ പാടില്ല. അല്ലേ? ആരാടാ ഇവിടെ വെള്ളം ഉണ്ടാക്കിയത്? അയാളെ വിട്ടേക്കണം സാർ. എംഡിയെ ഞാനാണ് തല്ലിയത്. എന്നെ തല്ലി, ഞാനും തല്ലി. അത് ന്യായമാണ് സാർ. ഇയാളെ ജീപ്പി കെട്ടി. ഓ, ഞാനൊന്ന് എംഡിയെ കണ്ടിട്ട് വരാം. നടക്ക്. ആഹാ, എടാന്ന് വിളിച്ചാൽ ഇഷ്ടപ്പെട്ടില്ലായിരിക്കും. എന്നാ സഹാന്ന് വിളിക്കാം. സഹാവ് വാ വാ.
വാ. എന്നാ ഇങ്ങോട്ട് നടന്നു. ഇൻസ്പെക്ടർ കണ്ണൻ ഹിയർ? ഇല്ല സർ, എത്ര ചോദിച്ചിട്ടും അവൻ സമ്മതിക്കുന്നില്ല. MD തല്ലി എന്നവൻ സമ്മതിക്കുന്നു, പക്ഷേ രൂപ അവൻ എടുത്തിട്ടില്ലെന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കാം സർ. സത്യം പറയടാ, എടുത്ത രൂപയുടെ? ഞാൻ രൂപ എടുത്തിട്ടില്ല. നീ എടുത്തില്ല? സത്യം പറയടാ. രാജന് ഞാൻ പറഞ്ഞതിന്റെ ഓർമ്മയുണ്ടല്ലോ, ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട. എല്ലാ കാര്യവും ഞാൻ സോൾവ് ചെയ്തോളാം. കേട്ടോ രാജൻ, നിന്നെ ജാമ്യത്തിലിറക്കാൻ വേണ്ടി എത്രയോ വക്കീലന്മാരുടെ കാല് പിടിച്ച് അപേക്ഷിച്ചെന്നറിയാം. ആരും തയ്യാറായില്ല. അപ്പോഴാണ് ഈ സാർ സ്വയം മുമ്പോട്ട് വന്നത്. അത് എന്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. ആരും ഏറ്റെടുക്കാത്ത കേസുകൾ ഏറ്റെടുത്ത് നടത്തി വിജയിക്കുന്നതിൽ ഞാൻ ആനന്ദം കണ്ടെത്തുന്നു. സാറിന്റെ മഹാമനസ്കതയ്ക്ക് ഞാൻ എന്നും നന്ദിയുള്ളവനായിരിക്കും. നന്ദി എനിക്കല്ല പറയേണ്ടത്, ദൈവത്തിന്. കോർട്ടിൽ പോകാൻ സമയമായി. അപ്പൊ ഞാൻ വരട്ടെ. സാറിന്റെ ഫീസ്? ഫീസല്ലേ, അത് സാരമില്ല. ആദ്യം കേസ് ജയിക്കട്ടെ. ഫീസ് വസൂലാക്കേണ്ടവരോട് ഞാൻ ചോദിക്കും. പക്ഷേ നിങ്ങൾ എനിക്ക് അങ്ങനെയല്ലല്ലോ. ധൈര്യമായി പോകൂ. ഞാൻ വരട്ടെ. നാരായണനെ എങ്ങോട്ടാ? രാജ, സമരം ഒത്തുതീർപ്പിലായി. പക്ഷേ രാജനെ കമ്പനിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്തു. ആ ഓർഡറായി. നാരായണൻ പൊയ്ക്കോളൂ. രാജൻ നീ എങ്ങോട്ടാണാവൂ? എനിക്കൊരാളിനെ കാണണം. നമുക്ക് വൈകിട്ട് കാണാം. പൊയ്ക്കോ. ഞാൻ തിരിച്ചു വരുമെന്ന് നിന്റെ MD യോട് പറഞ്ഞേരെ. ഉഷേ, എന്താ ഇത്? രാജേട്ടനെ പോലീസുകാർ ഒരുപാട് തല്ലിയോ? എന്നെയോ? ഓ പിന്നെ കൊറേ പുളിക്കും. ഓ രാജേട്ടാ, രാജേട്ടൻ എന്തിനാ ഈ ബഹളങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോയത്? അപ്പോ എന്നെ തല്ലിയാൽ കയ്യും കെട്ടി നിൽക്കണമെന്നാണ് നീ പറയുന്നത്? എന്താ മുമ്പില്ലാത്തൊരു നോട്ടം? ഞാൻ കേട്ടത് ശരിയാണോ? എന്ത്? രൂപ. നീ അത് വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലും ഞാനത് വിശ്വസിച്ചിട്ടില്ല രാജേട്ടാ. എന്നാലും നാട്ടുകാർ പറയുമ്പോ. ഉഷേ, ചെയ്യാത്ത കുറ്റമാണ് അവരെന്നിൽ അടിച്ചേൽപ്പിച്ചത്. ആ 50,000 രൂപ ഞാൻ എടുത്തെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ എപ്പോഴെങ്കിലും നിന്റെ അടുത്ത് നുണ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല രാജേട്ടാ. എന്നാലും രാജേട്ടൻ ഈ ഗതി. സാരമില്ല, നീ വിഷമിക്കാതെ. നീയെങ്കിലും എന്നെ വിശ്വസിക്കുന്നുണ്ടല്ലോ. എനിക്കത് മതി രാജേട്ടാ. ഉഷേ, ഞാൻ വന്നില്ലേ? നീ എന്തിനാ വിഷമിക്കുന്നത്? ഉഷേ, ഉഷേ, അകത്ത് പോ. അമ്മാ, ആ വിളി ഇനി നീ എന്നെ വിളിച്ചേക്കരുത്. അത് ഇന്നത്തോടുകൂടി അവസാനിപ്പിച്ചേക്ക്. അച്ഛാ, നിന്നോട് അകത്ത് പോകാനാ പറഞ്ഞത്. പിന്നെ സഹാവേ, സഖാവിന്റെ യൂണിയൻ പ്രവർത്തനം ഇങ്ങോട്ട് വേണ്ട. ഈ വഴി മറക്കുന്നതാ നല്ലത്. ഞങ്ങളിപ്പോ പാർട്ടി മാറി. അമ്മാവൻ കൂടുതലൊന്നും പറയണമെന്നില്ല. പോയി ചീത്തപ്പേരുണ്ടാക്കിയവനെ കയറി ഇറങ്ങാനുള്ള അല്ലെന്റെ വീട്. അത് പിന്നെയും സഹിക്കാം. ഒരു കള്ളൻ എന്റെ മകളുടെ ഭർത്താവാൻ ഞാൻ സമ്മതിക്കില്ല.
സത്യം മനസ്സിലാക്കാതെയാണ് അമ്മാവൻ സംസാരിക്കുന്നത്. സത്യം അസത്യം എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇനി നീ ഇവിടെ വരരുത്, ഇവിടെ കാണുകയോ സംസാരിക്കുവരുത്. നിന്നോട് പറയുന്നു, ഈ ബന്ധം ഇന്നിവിടെ വെച്ച് അവസാനിപ്പിക്കണം. എന്റെ പെങ്ങൾക്ക് ഇനി എന്റെ മകൻ പിറന്നിട്ടില്ലെന്ന് ഞാൻ കരുതിക്കോളാം. ഓ ഇല്ലേ, ചെല്ലേ, യൂണിയനും കാര്യം കാത്തിരിക്കും. അവളുടെ രാജേട്ടൻ അച്ഛൻ കാര്യം അറിയാതെയാണ് വഴക്ക് പറയുന്നത്. രാജേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റും ശരിയും ഞാൻ തീരുമാനിച്ചോളാം. ആ തീരുമാനം എനിക്കും കൂടി ഇഷ്ടമാണ്ടേ? തർക്കുത്തരം പറയുന്നത് ഇതിലും ഭേദം കൊല്ലുമായിരുന്നു. കൊല്ലുപടി. ഇനി ആ തെണ്ടിയുമായിട്ട് നീ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ നിന്റെ ശവം ഇവിടെ വീഴും. നാടിനും വീടിനും ദുഷ്പേര് വരുത്തി വെച്ച തെണ്ടി. അമ്മ പറയുന്നതിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ എല്ലാവരും വെറുതെ പറയുവാണോടാ? അവർക്കെന്താ ഭ്രാന്ത? ഈ കുടുംബത്തിൽ ഇന്നേ വരെ കള്ളൻ എന്ന് പേര് വാങ്ങി ആരും ജയിലിൽ പോയിട്ടില്ല. നീയായിട്ട് അതും വരുത്തി വെച്ചു. അപ്പോ ഞാൻ കട്ടുമെന്നാണ് അമ്മ പറയുന്നത്? പിന്നെ എന്തിനാണ് ആ പോലീസ് എന്നെ പിടിച്ചോണ്ട് പോയി തല്ലി ചതച്ചത്? എന്താ നിന്റെ നാവിറങ്ങിപ്പോയോ? എന്നെ തല്ലിയപ്പോ ഞാൻ തിരിച്ചല്ലേ, അല്ലാതെ. ചേടാ, ഒന്നുമില്ലെങ്കിൽ നീ കുടുംബത്തിന്റെ സ്ഥിതി ആലോചിച്ച് നോക്കിയോ? അവവാദം പിടിച്ചു കിടക്കുന്ന നിന്റെ അച്ഛൻ, ഒരു നിറഞ്ഞു നിൽക്കുന്ന ഇവള്, നീ എന്ന് സമരം വഴക്കുമായിട്ട് നടന്നു. ഇവിടെ ഒരാളെല്ലാം തലയെ കയറ്റി കിടപ്പിലായി. പക്ഷെ കള്ളനും തമ്മാടിയൊന്നും പേര് വാങ്ങിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ആ രൂപ എടുത്തെന്നാണ് അമ്മ പറയുന്നത്? നീ എന്റെ വയറ്റിൽ പിറന്നു പോയല്ലോടാ. അത് തന്നെ എന്റെ ദുഃഖം. എന്നെ മനസ്സിലാക്കാൻ എന്റെ അമ്മയ്ക്ക് സാധിച്ചില്ലെങ്കിൽ. അതേടാ, നിന്നെ മനസ്സിലാക്കാത്തത് കൊണ്ടാ ഇതൊക്കെ ഉണ്ടായിപ്പോയത്. അമ്മയ്ക്കൊന്നും മിണ്ടാതിരുന്നൂടെ? ചേട്ടൻ അങ്ങനെയും ചെയ്തിട്ടില്ല. നീ കൂടി അവിടുന്ന്. ചേട്ടന് വക്കാലത്ത് കൊണ്ടുവന്നിരിക്കുന്നു. എന്നാലും ദൈവമേ, ഞങ്ങൾക്ക് ഈ ഗതി വന്നല്ലോ. ഈ ഗതിയല്ല, ഇതിനപ്പുറം വരും. ഇപ്പൊ എല്ലാം പൂർത്തിയായി. ഈ തല ഉയർത്തി നാട്ടുകൂടെ നടക്കണ്ട. അളിയൻ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അളിയാന്ന് കുളിയാന്ന് വിളിക്കണ്ട. എനിക്ക് തരാനുള്ള ബാക്കി ശ്രീധരൻ കിട്ടണം. എന്നിട്ട് മതി ബാക്കി കാര്യം. എനിക്ക് 2 മാസം കൂടെ അവധി തരണം. അവധി പറഞ്ഞ് 5-6 മാസം കളിപ്പിച്ചു. ഇനിയൊരു അവധിയോ? ഉണ്ടായിരുന്ന ജോലിയും കളഞ്ഞു കുടിച്ചു. കള്ളൻ എന്ന പേരും വാങ്ങി ജയിലിലും കയറി. ഒരു ജയിൽ പുള്ളിയുടെ അനിയത്തിയാണെന്ന് പറയാൻ എനിക്ക് തന്നെ നാണമാവുന്നു ചേട്ടാ. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂ? പേപ്പറായ പേപ്പറിലൊക്കെ വന്നു. മാനം കെട്ട കുടുംബം. അളിയാ, ചേട്ടൻ എന്തിനാ ദേഷ്യപ്പെടുന്നത്? അങ്ങനെ സത്യമല്ലേ പറയുന്നത്? കൊടുക്കാനുള്ളത് കൊടുത്താൽ ഇങ്ങോട്ട് വരുമായിരുന്നോ? ഈശ്വര, ഇതൊന്നും കാണാതെയും കേൾക്കാതെ എന്നെ അങ്ങ് വിളിച്ചാൽ മതിയായിരുന്നു. ഈ അമ്മയ്ക്ക് ഭ്രാന്താ. അതേടി, എനിക്ക് ഭ്രാന്താ. ഈ കുടുംബത്തെ ഇനി അതിന്റെ കുറവേ ഉള്ളൂ. നിങ്ങളുടെ പുന്നാരം കേൾക്കാനല്ലേ ഞാൻ ഇവിടെ വന്നത്. എടി, കിട്ടാനുള്ള പൈസ ഇല്ലാതെ അങ്ങോട്ട് വന്നാലുണ്ടല്ലോ, നശിച്ച വർഗം. അളിയൻ അല്പം മര്യാദയോട് സംസാരിക്കണം. എന്തോ, ഇത് പാർട്ടി ഓഫീസിൽ നിന്നല്ല ഭരിക്കാൻ. കാര്യം പറയുമ്പോ പൊള്ളുന്നുണ്ടല്ലോ ചളിയന്. ഇടി, വെറും കൈയോടെ ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ടല്ലോ. ബാക്കി ഞാൻ പറയുന്നില്ല. എന്താ ഇപ്പൊ തൃപ്തിയായില്ലേ? മനുഷ്യരായോ നീ നാണം വേണം, അല്ലെ മാനം വേണം? എന്റെ തല ഇടുത്തി വേണ്ടിയിരുന്നെങ്കിൽ ഞാൻ മാറി നിൽക്കടി. ശ്വാസം വലിച്ചു വിടും. എത്ര ദിവസമായി തുടങ്ങിയിട്ട്? കുറച്ച് ദിവസമായി. വിശപ്പുണ്ടോ? അല്ലതേ ഉള്ളൂ. ഡോക്ടർ, നിങ്ങളാരാ? എന്റെ അച്ഛന് തീരെ സുഖമില്ല. മാറി വെക്കണം മിസ്റ്റർ. ഇവിടെ രോഗിയെ പരിശോധിക്കുന്നുണ്ടല്ലേ? നേഴ്സ്, ഇയാളാരെ കടത്തിവിട്ടത്? പുറത്തിറങ്ങണം. പ്ലീസ് ഡോക്ടർ, എന്റെ അച്ഛനിപ്പോ. എല്ലാവർക്കും അച്ഛനും അമ്മയ്ക്കുണ്ട്. താനേ പുറത്തിറങ്ങണം. ഡോക്ടർ വേഗം വന്നില്ലെങ്കിൽ. താൻ കിടന്ന് ബഹളം വയ്ക്കാതെ അങ്ങോട്ട് ഇറങ്ങി നിൽക്കാനാ പറഞ്ഞത്. ഡോക്ടർ, ഒരു നിമിഷം താമസിച്ചാൽ. താൻ കാറ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഞാൻ വീട്ടിൽ വന്ന് പരിശോധിക്കണമെങ്കിൽ 100 രൂപയാണ് ഫീസ്. പ്ലീസ് ഡോക്ടർ, സംസാരിച്ചിരിക്കാൻ സമയമില്ല. എന്റെ അച്ഛൻ. ഇയാളെ കൊണ്ട് ശല്യമല്ലോ. നേഴ്സ്, ഇയാളെ പിടിച്ച് പുറത്തിറങ്ങിയ. പ്ലീസ്.
അമ്മേ. ഇനി കരഞ്ഞിട്ടെന്താ പ്രയോജനം? മരിച്ചാൽ തിരിച്ചു വരുമോ? അതെങ്ങനെയാ? മനസ്സമാനം കിടത്തിയല്ലേ ഒരുത്തം കൊന്നത്. അല്ലെങ്കിൽ ഞാനെന്താ ഇതൊക്കെ പറയുന്നേ? പണ്ടാരോ പറഞ്ഞ പോലെ എന്തിനാ എന്നെ തല്ലുന്നേ? ഞാൻ നന്നാവില്ല. അതുപോലെയാ ഇവിടുത്തെ സഖാവിന്റെ പോക്ക്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങളായി നിങ്ങളുടെ പാടായി. സ്വന്തക്കാരനാണെന്ന് പറഞ്ഞ് ഇനി ആ പടിത വിട്ടാൻ ആരും അങ്ങോട്ട് വരണ്ട. പക്ഷേ വാടി, ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. ചേട്ടാ, ചേട്ടൻ വിഷമിക്കരുത്. ഇതൊക്കെ കാണാനും കേൾക്കാനും മുകളിലൊരാളുണ്ട്. ഞാൻ എന്നെ സ്നേഹിച്ചിരുന്ന എന്റെ അച്ഛന് വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ലെന്ന് ഓർക്കുമ്പോ ചേട്ടൻ വിഷമിക്കരുത്. ചേട്ടനല്ലേ ഞങ്ങൾ സമാധാനപ്പെടുത്തേണ്ടത്. ചേട്ടാ, കരയത് ചേട്ടാ. അയ്യോ ചേട്ടാ. ഏതായാലും രാജനിനി നേതാവ് ചമയില്ല. എങ്കിലും അവന്റെ ധൈര്യം കണ്ടില്ലേ? MD യല്ലേ 50,000 രൂപ കൊണ്ടുപോയത്. ഞാനാണ് MD എങ്കിൽ ആ നിമിഷത്തിൽ അവനെ ഷൂട്ട് ചെയ്തേനെ. ധൈര്യം ഉണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യടാ. ഷൂട്ട് ചെയ്യും പോലും. എടാ, നിനക്കൊക്കെ നാണം ഉണ്ടടാ നാറികളെ. അവർ തരുന്ന നക്കാപ്പിച്ച വാങ്ങി നക്കി കുടിക്കാൻ. ആവശ്യമില്ലാതെ നീ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുത്. ഓ അങ്ങനെ. എടാ, നീയൊക്കെയാടാ ഈ പാർട്ടിയെ നശിപ്പിക്കുന്നത്. തൊഴിലാളി സേവനം എന്തെന്നറിയാൻ വയ്യാത്ത തെണ്ടികൾ. തെണ്ടിതരം കാണിച്ച ഞങ്ങളോ നീയോ വെറുതെ വാരി അടിക്കാ പോണം സാർ. ഇല്ലെങ്കിൽ തല വീശുമോ? ആ, ചിലപ്പോ വീശും. ഡാ.
അയ്യോ ഒരു ഓടി അവരെ ജീവിക്കട്ടു. അങ്ങനെ പോലീസിൽ നിന്ന് രക്ഷപ്പെട്ട് ഞാനിവിടെ എത്തി. എം ഡിയുടെ പേരെന്താണെന്നാ പറഞ്ഞത്? സോമശേഖരൻ. സോമശേഖരൻ. അപ്പോ രാജൻ എം ഡിയോട് പക വീട്ടണം. അതിനൊരു വഴി ഞാൻ പറഞ്ഞു തരാം. എന്നെ കള്ളൻ എന്ന പേര് കേൾപ്പിച്ചതിലുള്ള ദുഃഖം, ആ ദുഃഖത്തിൽ നിന്ന് രാജന് വിമുക്തനാകണ്ടേ? അതിനാദ്യം വേണ്ടത് പണമാണ്. പണം. അത് നേടിയെടുത്താൽ പിന്നെ നിന്നെ പുച്ഛിച്ചവരെല്ലാം വാലാട്ടി നിന്റെ മുന്നിൽ നിൽക്കും. പണമില്ലാത്തതുകൊണ്ടാണ് സ്നേഹനിധിയായ നിന്റെ അച്ഛന് വേണ്ട വിധത്തിൽ ചികിത്സ പോലും ലഭിക്കാതെ മരിക്കേണ്ടി വന്നത്. എന്തിന്? പറഞ്ഞ സമയത്തിന് പണം കൊടുക്കാത്തതുകൊണ്ടല്ലേ കെട്ടിച്ചുവിട്ട് അനിയത്തി വീട്ടിൽ കൊണ്ടാക്കിയത്? പിന്നെ പണത്തിന്റെ പേരിൽ തന്നെയല്ലേ നിന്നെ കള്ളനെന്ന് മുദ്രയടിച്ച് ജയിലിൽ തള്ളിയതും? സാറ് പറയുന്നത് മനസ്സിലാക്കി തരാം. എന്തും നേരിടാനുള്ള ചങ്കൂറ്റം നേടിയെടുക്കണം. ആദ്യം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അധ്വാനിക്കണം. നോക്കൂ, ചിറകുകൾ നഷ്ടപ്പെട്ട ഈയാമ്പാറ്റയെ പോലെയാകരുത് നിന്റെ ജീവിതം. വീഴ്ചകൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സഹജമാണ്. പക്ഷെ അതിൽ നിന്നൊരു ഉയർത്തെഴുന്നേൽപ്പ്, അതാണ് പ്രധാനം. അതൊരു വഴിത്തിരിവാക്കുന്നതാണ് ബുദ്ധി. സാറ് പറഞ്ഞത് മിസ്റ്റർ രാജന് മനസ്സിലായോ? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പറയാം. അതിനു മുമ്പ് നമുക്ക് എന്റെ വീട്ടിലേക്ക് പോകാം. ഇപ്പോൾ രാജന് വേണ്ടത് 2-3 ദിവസത്തെ വിശ്രമമാണ്. Come on, darling. രാജൻ ചെയ്യാൻ പോകുന്ന ജോലിയുടെ അഡ്വാൻസ് ആണിത്. 50,000 rupees. എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണിത്. കൂടെ നിന്റെയും. ഐ മീൻ എം ഡിയുടെ കുടുംബത്തോട് പകരം വീട്ടാനുള്ള അവസരം. എന്തു പറയുന്നു? എന്താ, ജോലി കഴിഞ്ഞാൽ ബാക്കി തുക കിട്ടില്ലെന്നുണ്ടോ? എങ്കിലാ സംശയം വേണ്ട. മുഴുവൻ തുകയും ഇപ്പോൾ തന്നെ തരാം. മിനി, ഇതിനകത്ത് 50,000 രൂപയുണ്ട്. സോ 50 + 50 1 lakh. നീ ചെയ്യാൻ പോകുന്ന ജോലിയുടെ പ്രതിഫലം. എന്റെ ജോലി എന്താണെന്ന് പറയൂ. ഞാൻ ആരെയാണ് കൊല്ലേണ്ടത്? കൊല്ലാൻ? നോ നോ, അവിടെയാണ് നിനക്ക് തെറ്റുപറ്റിയത്. ജോലി വളരെ സിമ്പിളാണ്. ഇന്ന് തീയതി 7, 12-ാം തീയതിയാണ് നിന്റെ എം ഡിയുടെ അനുജന്റെ വിവാഹം. എന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു വഞ്ചിച്ചവളാണ് വധു. ആ വഞ്ചകിക്ക് ഒരു പ്രസന്റേഷൻ കൊടുക്കണം. ദാറ്റ്സ് ഓൾ. അതോടെ രാജന്റെ ജോലി തീരുന്നു. വെറും പ്രസന്റേഷൻ? അതെ, അതവളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിരിക്കും. തകർച്ചയിലേക്കുള്ള വഴിത്തിരിവ്. ഓക്കെ, എവിടെ പ്രസന്റേഷൻ? മിനി, ഇതാ ഈ അഡ്രസ്സിൽ ചെന്നാൽ മതി. പ്രസന്റേഷൻ അവിടെ ഉണ്ടാവും. ബട്ട് എല്ലാം വളരെ രഹസ്യമായിരിക്കണം. വിശ്വാസവഞ്ചന കാണിച്ചാൽ പിന്നെ ഈ വിശ്വം നെവർ. ലക്ഷ്യം നിറവേറ്റാതെ
രാജൻ ഇനി പിന്മാറില്ല. ഗുഡ്, വെരി വെരി ഗുഡ്. നൗ യു കൻ ഗോ. താങ്ക് യു സാർ. അങ്ങനെ മിനി ഈ ഊരാക്കുടുക്കിൽ നിന്ന് രക്ഷപ്പെട്ടു. നീ ചെയ്യേണ്ട പാപം രാജൻ ഏറ്റെടുത്തു. രാജന്റെ ജീവിത ദുരന്തം നമുക്കുപകാരമായി അല്ലേ? നമ്മുടെ ഈ രഹസ്യം ആരെങ്കിലും പുറത്തിറങ്ങാൻ ആരും അറിയില്ല. അതിനുള്ള വഴികളെല്ലാം ഈ വിശ്വം ചെയ്തു വെച്ചിട്ടുണ്ട്. എന്താ? അളിയൻ പുറത്തേക്കായിരിക്കും. അതെ, എന്തു വേണം? എനിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് തരാനുള്ള തുകയുണ്ടല്ലോ, സ്ത്രീധന തുക, അത് തരാമെന്ന. $5 പകരം 10 വാങ്ങൂ. പിന്നെ ഒരു കാര്യം, നാളെ നേരം വിളക്കുന്നതിന് മുമ്പ് ലക്ഷ്മിയോട് ഉണ്ടാകണം. അല്ലെങ്കിലേ ആളിയനാണ് പുളിയനാണെന്ന് ഞാൻ വിചാരിക്കില്ല. മനസ്സിലായോ? ഇത്രയും രൂപ അപ്പം നിന്നാ മതി, കുഴി എണ്ണണ്ട. അമ്മയ്ക്ക് ആവശ്യം പണമായിരുന്നല്ലോ. എന്റെ നിരപരാധിത്വം അമ്മയ്ക്കറിയേണ്ട ആവശ്യവുമില്ലായിരുന്നു. ഞാൻ എന്തിനാണ് ജയിലിൽ പോയതെന്ന് പോലും അമ്മ എന്നോട് ചോദിച്ചില്ല. അമ്മ എന്താ ഇങ്ങനെ നോക്കുന്നത്? ഇത്രയും രൂപ എങ്ങനെ കിട്ടിയെന്നാണ്? ഒരിക്കലും ഞാൻ മോഷ്ടിച്ചതോ തട്ടിപ്പറിച്ചതോ അല്ല. അമ്മയ്ക്ക് എന്നെ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കൂ. ലക്ഷ്മി, നിന്നെ ഒരിക്കലും ഞാൻ കുറ്റം പറയുന്നില്ല. എങ്കിലും അളിയന്റെ വാക്ക് കേട്ട് നീ എന്നെ സംശയിച്ചില്ലേ? അതിലാണ് എനിക്ക് ദുഃഖം. നിന്റെ വിവാഹം നടത്താൻ വേണ്ടി ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടു, അതുപോലെ നീ മറന്നു. സാരമില്ല, നിങ്ങൾക്കാവശ്യം പണമായിരുന്നു, എന്നെയല്ല. നിന്റെ ഭർത്താവിന്റെ കയ്യിൽ 5 പകരം 10 കൊടുത്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിനക്കിപ്പോ സന്തോഷമായല്ലോ? ഒന്നും പറയണ്ട, കേൾക്കണമെന്നുമില്ല. എനിക്ക് സുമയുടെ കാര്യത്തിലായിരുന്നു ദുഃഖം, ഇപ്പോൾ അതും മാറി. ലക്ഷ്മിയുടെ അനുഭവം നിനക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. നിന്റെ വിവാഹത്തിന് ആവശ്യമുള്ള പണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. വീണ്ടും ഞാൻ പറയുന്നു, ഈ പണം ഞാൻ മോഷ്ടിച്ചതോ തട്ടിപ്പറിച്ചതോ അല്ല. ഞാൻ ചെയ്തു തീർക്കേണ്ട ജോലിക്കുള്ള പ്രതിഫലം. ഞാൻ ചേട്ടനെ ഒരിക്കലും അവിശ്വസിച്ചിട്ടില്ല. സ്നേഹിച്ചിട്ടേ ഉള്ളൂ എന്ന് എനിക്കറിയാം. മോനെ, ഈ മാസത്തെ ശമ്പളം കിട്ടിയോടാ? അച്ഛാ, അച്ഛനു വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അച്ഛൻ എന്നോട് ക്ഷമിക്കൂ. എന്റെ ലക്ഷ്യം നിറവേറാൻ അച്ഛൻ എന്നെ അനുഗ്രഹിക്കൂ. എടേ, ഇനി നിനക്ക് എന്നിൽ നിന്നും രക്ഷപ്പെടാനാവില്ല. മിസ്റ്റർ വിശ്വൻ, യെസ്. നിങ്ങൾ ഈ സമയത്ത് ഇവിടെ? എന്താ, വന്നുകൂടെ?
സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ ബെഡ്റൂമിൽ ഒറ്റയ്ക്ക് വരുന്നത് എന്തിനാണെന്ന് അറിഞ്ഞുകൂടെ? അധിക പ്രസംഗം പറയാതെ നിങ്ങൾ പുറത്തു പോകണം. പോകാം, പക്ഷെ അതിനു മുൻപ് കുറച്ച് സമയം നിന്നോടൊത്ത് ചെലവഴിക്കാനാണ് ഞാൻ വന്നത്. എന്തായാലും നീ എന്റെ ഭാര്യയാകേണ്ടവളല്ലേ? ഓ അങ്ങനെ. എന്നാലേ നിങ്ങളുടെ ഭാര്യയാകാൻ എനിക്ക് ഇഷ്ടമില്ലെങ്കിലോ? കൊള്ളാമല്ലോ കഥ. അപ്പൊ നിന്റെ ജ്യേഷ്ഠൻ എനിക്ക് വാക്ക് തന്നതോ? നിങ്ങൾ എന്റെ ജ്യേഷ്ഠന്റെ ബിസിനസ് പാർട്ണർ ആവാം, പക്ഷേ എന്റെ ലൈഫ് പാർട്ണർ ആവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ മാത്രമല്ല, നിങ്ങളെ മനസ്സിലാക്കിയാൽ ഒരു സ്ത്രീ അത് ആഗ്രഹിക്കില്ല. അതെ, അതാണ് എന്റെ പേര്. എടീ, പെൺകുട്ടികൾക്ക് ഇത്രയും തന്റെ ഇടം പാടില്ല. എന്തിനാ ഇങ്ങനെ ആവേശം കൊള്ളുന്നത്? 3-4 ദിവസത്തിനകം അവളുടെ ചാപ്റ്റർ ക്ലോസ് ആവും. വരൂ വരൂന്നേ. അതിന്റെ ആദ്യ ചടങ്ങായി നമുക്കിന്ന് ആഘോഷിക്കാം. വരൂന്നേ. ആ കപ്പിന്റെ മൂടി തുറക്കണം. എന്താ ആലോചിക്കുന്നത്? 1 ലക്ഷം രൂപ വാങ്ങിയില്ലേ? റോബർട്ട്, റോബർട്ട് വലിക്കൂ. പക്ഷേ 4 പേരറിയെ നിന്നെ വിളിച്ചോണ്ട് പോകണമെന്നാണ് എന്റെ ആഗ്രഹം. പക്ഷേ ഒരു പക്ഷേയില്ല, ഞാനും കൂടെ വരും. ശരി, നാളെ നീ ആ മാന്തോപ്പിലേക്ക് വരും. നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം. ആ ബോക്സിംഗ് തരൂ. ആ ബോക്സിംഗ് തരൂ. തരാനല്ലേ പറഞ്ഞ?
ഉഷ നീ ഞാൻ അവിടെ ഇരുന്നിരുന്ന് മടുത്തു. രാജേട്ടൻ എന്നെ പറ്റിച്ചല്ലേ? പറ്റിക്കാനായിരുന്നെങ്കിൽ ഞാനിപ്പോ വരുമായിരുന്നു. ആ രാജേട്ടാ, ഇന്നലെ രാജേട്ടനെ അന്വേഷിച്ച് പോലീസ് വന്നിരുന്നു. നമുക്ക് ഇവിടെ നിൽക്കണ്ട. ആ വരൂ, കാര്യങ്ങളൊക്കെ പിന്നെ പറയാം. അവൻ ഭയങ്കരനാണ്. നമ്മൾ ഉദ്ദേശിച്ചമാരെയല്ല. വെൽ ഡൺ മിസ്റ്റർ രാജൻ, വെൽ ഡൺ. അപ്പോ ഞാൻ നിന്നെ പരീക്ഷിക്കുകയായിരുന്നു. നീ അതിൽ ഫസ്റ്റ് റാങ്കോടെ വിജയിച്ചിരിക്കുന്നു. ആ പറഞ്ഞ പോലെ നാളെ രാവിലെ ഞാൻ സിംഗപ്പൂരിന് പോവുകയാണ്. 12-ാം തീയതി മാരേജിന് തിരിച്ചു വരും. അവിടെ വെച്ച് കാണാം. ഇത് ഉഷ അല്ലേ? ഉഷ രാജനോടൊപ്പം വരുന്നത് ആപത്താണ്. അവൾ വീട്ടിലേക്ക് തിരിച്ചു പോകട്ടെ. സാർ, പേടിക്കണ്ട. രാജൻ മാത്രമേ ഉഷയെ വിവാഹം കഴിക്കൂ. ഞാൻ ഉറപ്പു തരുന്നു, നീ തിരിച്ചു വരുന്നതുവരെ ഉഷയ്ക്കൊന്നും സംഭവിക്കില്ല. റോബർട്ട്, ഇവൻ എപ്പോഴും രാജന്റെ കൂടെ ഉണ്ടായിരിക്കും. അതിനർത്ഥം രാജന്റെ കൂടെ വരുമെന്നല്ല, എല്ലാ സമയത്തും റോബർട്ട് രാജനെ ഫോളോ ചെയ്യും. ഇതല്ല പ്രസന്റേഷൻ ബോക്സ്. ഇനി ഇതാണ് യഥാർത്ഥ പ്രസന്റേഷൻ ബോക്സ്. അണ്ണാ തുറന്നില്ലേ? ചവിട്ടി പൊളിയണ്ണ. വിളിക്കാൻ വരട്ട് തുറക്കും. ഇങ്ങോട്ട് മാറില്ലേ. താൻ ആരെ? താൻ എവിടെ നിന്ന് വരുന്നു? ഇവിടെ ഇപ്പൊ എന്തോ ചെയ്തോണ്ടിരിക്കുന്നു? പറ. ഞാൻ ഒന്നും ചെയ്തില്ല സാർ. ഉത്തരം ചോദിച്ചാൽ മാത്രം ചോദ്യം പറഞ്ഞാൽ മതി. ചോദ്യം പറഞ്ഞാൽ മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. അണ്ടർവുഡ്. തന്റെ പേരെന്നോ? ചെല്ലപ്പൻ. ചെല്ലപ്പൻ. താനല്ലാതെ ഇവിടെ വേറെ ഉണ്ടോ? ആരുത് സാർ? ആരുമില്ലേ? ഡ്യൂട്ടി ടൈം നോ ഉറക്കം. ആ പിന്നെ ഉറങ്ങരുത്. തലേന്റെ അടിയിലൊക്കെ നോക്കണോ? ഒറ്റ തലമുറ ഇങ്ങോട്ട് മാറില്ലേ? ഇതേത് താനിടുന്നതോ? എന്താ? അല്ല സാർ, അല്ല. എന്നാ പിന്നെ എന്റെ വരിക്കുള്ള ഇരിക്കട്ടെ. എന്നാ പിന്നെ എന്റെ ഭാര്യക്ക് തോന്നിയിരുന്നോട്ടെ. അകത്തെന്താ ഒരു ശബ്ദം? എലി. എലിയോ? എലി കുട്ടിയോ? എലിക്കുട്ടി. എലിക്കുട്ടി. നീയോ? ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമേ ട്രാൻസ്ഫർ കിട്ടുള്ളൂ. നിനക്കെപ്പോഴും ഇങ്ങോട്ട് ട്രാൻസ്ഫർ കിട്ടിയത്? ഒന്നും മിണ്ടണ്ട, എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ നിനക്ക് പ്രൊമോഷൻ തരുന്നുണ്ട്. ജയിലിലേക്ക് നടന്നോ? അവിടെ ഒന്ന് കണ്ണടയ്ക്കാൻ പറയണ, എന്നിട്ട് വേണം എനിക്കൊന്നും തുറക്കാൻ. നീ തുറക്കണ്ട. നടക്കണി. ആളുകളായി ഇതിനൊക്കെ വേണം. ചേച്ചാ ചെല്ലപ്പാ പോലീസ് സ്റ്റേഷനില്. അതാ വരുന്നു ഭാരതത്തിന്റെ ശത്രുക്കൾ. ഞാൻ ഭാരതീയനാണ്, പിച്ചക്കാരനല്ല. ഐ എം നോട്ട് ബേക്കർ. ഐ എം എൻ ഇന്ത്യൻ. നിങ്ങളെപ്പോലെയുള്ളവരാണ് ഈ രാഷ്ട്രത്തിന്റെ പിച്ചക്കാരാക്കുന്നത്. പോകൂ. എന്നെങ്കിലും നമ്മൾ ആ പട്ടാളത്തിന്റെ ഒരു ദിവസം മാട്ടും. പണ്ടൊരിക്കലില്ലേ ചാപ്പ മാറ്റിയതാ. പിന്നെ അവൻ ഈ വഴിക്ക് വന്നിട്ടില്ല. അണ്ട ചുമ്മാ ഇരിക്കണ്ട. അണ്ട ധൈര്യമായിട്ട് നടക്ക്. ഞാനുണ്ട്. നീ എന്തോ ചെയ്യും? പട്ടാളത്തിനെ പറ്റിക്കാൻ എന്റെ കയ്യിലൊരു വഴിയുണ്ടോ? അതെന്തോന്നാ?
എന്തായടാ എടാ പട്ടാളം തുമ്മുന്നടാ. ആണെങ്കിലും ഞാൻ പട്ടണമെന്ന് ആ തോന്നുന്നു. Attention! About time! March! Left, right, left. അമ്മാവനിവിടെ ഈ പെട്ടി ഇവിടെ നിരുന്നോട്ടെ. രണ്ടുപേരുടെ പൂ തരും. അയ്യോ സാറേ, പെട്ടി എടുത്തോണ്ട് പോകുന്നു. ഓടി വായോ, അയ്യോ സാറേ, ഓടി വായോ. ഇവിടുന്ന് പെട്ടിയോടെ സാറേ സാറേ, അവർ ആന്ധ്ര എടുത്തോണ്ട് പോയി. വരൂ വരൂന്നേ. എല്ലാവരും കയറിയല്ലോ. അയ്യോ സാറേ, ബസ് അങ്ങ് പോയല്ലോ. ഇപ്പൊ എന്താ ചെയ്യാ? വിലപിടിപ്പുള്ള സാധനം മറ്റുമാണോ? അതെ. ഒരു കാര്യം ടാക്സി വിളിച്ചോണ്ടോ? സ്വപ്നം കാവ്യമയ സ്വപ്നം 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 കാവ്യമയ സ്വപ്നം കാവ്യമയ സ്വപ്നം
പുഷ്പരാഗമാ വസന്തമാ പ്രണയസീമയിൽ ഹൃദയ വീണയിൽ മധുര ബീജിയ രാഗമായി താളമായി നാദധാരകൾ സ്വർഗം സ്വർഗം സ്വപ്നം സ്വപ്നം കാവ്യമയ സ്വപ്നം കാവ്യമയ സ്വപ്നം മേഘചുംബികൾ രത്നമേടകൾ രക്തശാലകൾ പ്രേമലീലകൾ മദനമാലയായി പ്രാണനിൽ പൂവിടും മൃദുലഗീതികൾ സ്വർഗം സ്വർഗം സ്വപ്നം സ്വപ്നം കാവ്യമയ സ്വപ്നം കാവ്യമയ സ്വപ്നം കാവ്യമയ സ്വപ്നം കാവ്യമയ സ്വപ്നം കാവ്യമയ സ്വപ്നം അയ്യോ വയ്യ അയ്യോ ആശാനെ ഇങ്ങനെ ഒരു സാധനം ഒന്ന് എടുത്തു കൊടുത്തേ. സാധനോ ശരി അകത്തുണ്ടോ നോക്കട്ടെ. ആ നീ അമ്മേ അതാണോ ഈ സാധനം? എന്നാ തന്റെ സാധനം. ആ പിന്നെ അവരവരുടെ സാധനങ്ങളെ അവരാരാ സൂക്ഷിക്കേണ്ടത്. മനസ്സിലായോ? മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. കണ്ടാക്കെ കണ്ണടച്ചോ. യവനും കള്ളായിരുന്നു. ഒരു സസ്പെൻഷനെങ്കിലും ഒഴിവായി. ഉച്ചയ്ക്ക് ഉണ്ണ ഉണ്ടാവില്ലേ? നിന്റെ ഈ ചോദ്യം വ്യർത്ഥമാണെന്ന് നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇല്ല മോള്? ശരിയാണ്, ഞാനൊരു ഭാര്യയല്ലേ. എനിക്ക് ആ ബോധമുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ജീവിതത്തിൽ 3/4 ഭാഗവും ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയുള്ളതാണ്. നീ ഉദ്ദേശിക്കുന്നത് പോലെ ഹലോ, അതെ, ഉണ്ട് കൊടുക്കാം. ദേ ഇൻസ്പെക്ടർ കണ്ണനാണ്. മോളോട്ട് സാർ, ഞാൻ സാറിന്റെ വീട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ആ രാജനെ കണ്ടു. അവൻ നിങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാനായിരിക്കും. സാർ, ഞാൻ നോ എക്സ്പ്ലനേഷൻ. നിങ്ങൾക്ക് എജ്ജല്ലേ മിസ്റ്റർ എന്നോട് ഇത് പറയാൻ? കുറ്റവാളി ഇപ്പോൾ നിങ്ങളുടെ സർക്കിൾ അല്ല അല്ലേ? യെസ് സർ. മിസ്റ്റർ കണ്ണൻ, സർക്കിൾ ഏതായാലും ശരി, നിയമപ്രകാരം ചെയ്യാനുള്ള ചെയ്ത് എത്രയും പെട്ടെന്ന് അവനെ കസ്റ്റഡിയിൽ എടുക്കണം. യെസ് സർ. മിസ്റ്റർ രാജൻ, ഞാൻ നിങ്ങൾ എവിടെയെല്ലാം അന്വേഷിച്ചു. ഞാൻ മിസ്റ്റർ വിശ്വന്റെ സുഹൃത്താണ്. വിശ്വൻ സിംഗപ്പൂരിൽ പോയിട്ടില്ല, എന്റെ വീട്ടിലുണ്ട്. രാജനെ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഏതായാലും രാജനെ കണ്ടു നന്നായി.
കേറൂ പ്ലീസ്. എന്താ വിശ്വാസമായില്ലേ? അല്ലെങ്കിൽ ഒരു പരിചയവുമില്ലാത്ത നിങ്ങളുടെ പേരെങ്ങനെ ഞാൻ മനസ്സിലാക്കും? കേറണം. വിശ്വൻ സാറവിടെ? അതാണ് എനിക്കും അറിയേണ്ടത്. നിനക്കും വിശ്വനും തമ്മിൽ എന്താണ് ബന്ധം? ഓഹോ, അപ്പോ നിങ്ങൾ എന്നെ കുരുക്കിലാപ്പെടുത്തായിരുന്നല്ലേ? കുരുക്കോ? ഇവിടെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, പിന്നെങ്ങനെ കുരുക്കുണ്ടാവും? ആ ബോക്സിനുള്ളിൽ എന്താണെന്ന് ഞാൻ അറിയുന്നതിൽ വിരോധമില്ലല്ലോ. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് എളുപ്പത്തിൽ രക്ഷപ്പെടാം. ഇല്ലെങ്കിൽ സത്യം പറ. രാജന്റെ നന്മയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. രാജന് ഈ ബോക്സും വിഷ്ണുവായിട്ടുള്ള ബന്ധം എന്താണ്? വിശ്വാസവഞ്ചന കാണിക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല. നല്ലതുപോലെ ആലോചിച്ചിട്ടാണോ പറയുന്നത്? എനിക്ക് ആലോചിക്കാൻ ഒന്നുമില്ല. മിസ്റ്റർ, ഇനി ഒരടി മുന്നോട്ട് വെച്ചാൽ ഞാനല്ല സംസാരിക്കുക. ഇതാണ് ആ ബോക്സിംഗ് തരൂ. ബസ് പോലും കാണുന്നില്ലല്ലോ. എനിക്കൊരു ഐഡിയ. എന്താ പറ? പിന്നെ ഈ രാജനെ പിടിക്കാതെ 12-ാം തീയതി നടക്കുന്ന കല്യാണത്തിന് നമുക്ക് ക്ഷണിക്കാതെ പോയാലോ? അന്നുവരെ നമ്മൾ ഈ ജോലി തുടരുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? എന്താ ഞാൻ പട്ടാളം കയറാൻ പോകും. പട്ടാളം ഒന്ന് പതുക്കെ പറ. തനിക്ക് ഓർമ്മയുണ്ടോ തിരുവനന്തപുരം നിയമം പട്ടാളം? ഉണ്ടെന്നാ. അന്ന് കിട്ടിയ ഇടി ഇപ്പോഴും എന്റെ അടി വയറ്റിൽ കലയിൽ കിടക്കണ. ഈ വരുന്ന 12-ാം തീയതിക്കകം രാജനെ പിടിച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ഉദ്യോഗം പോകുമെന്നാ ഏമാൻ പറഞ്ഞിരിക്കുന്നേ. അത് എന്നോട് പറഞ്ഞിട്ടില്ല, സർക്കിളവരോടാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കത് ബാധകമല്ല. സാറന്മാരെ, പട്ടാളം മാർച്ചല്ല, ഏപ്രിൽ മാസം. ഇത് നല്ല കൂത്ത്. ഇതിനെ ഇനി എപ്പോഴാ ബസ് വരുന്നതെന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചതാ. ഇവന്മാർക്ക് വല്ല ഭ്രാന്തും.
എന്താണ് അതിനകത്ത്? അത് താൻ അറിയേണ്ട ഞാൻ അറിയേണ്ട ആവശ്യമുണ്ട്. മാറവിക്ക് ഇല്ലെങ്കിൽ ആരെങ്കിലും പറയണോ? തന്നെ ഏൽപ്പിച്ച ജോലി താൻ ചെയ്താൽ മതി. ആ, അത് ഞാൻ ചെയ്തു തീർത്തോളാം. പക്ഷേ ഇത്തരം കൊള്ളരായ്മകൾ കണ്ടു നിൽക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല. ഓ, രക്ഷിതാവിന്റെ പുതിയ അവതാരമായിരിക്കും. അതേടാ, വേണ്ടി വന്നാൽ നിന്റെ ഘാതകനും. ഒരു പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ അവളെ കീഴടക്കുന്നത് പുരുഷത്വമല്ല, ആണാണെന്നും പറഞ്ഞ് നടക്കുന്നു. നീ ഏതാ? ആ, പിന്നെ എന്നെ ഏൽപ്പിച്ച ജോലി ചെയ്തു തീർക്കാൻ എനിക്കറിയാം. അതിന് നിന്റെയോ നിന്റെ കൂട്ടുകാരന്റെ സഹായം ഇനി എനിക്ക് ആവശ്യമില്ല. എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം. ആ, ബാ. ഞാനിനി പൊക്കൊള്ളാം. ആ കാണുന്നതാണ് എന്റെ വീട്. ഞാൻ ഗോപിയാണ്, നിങ്ങളുടെ ഡിവൈഎസ്പിയുടെ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് ഈവനിംഗ് സാർ. ഞാൻ യമനന്മാർ ആരിവിടെ ഇല്ല സാർ. ഓഹോ, ആ രാജനെ ഹോട്ടൽ പ്ലെയറിൽ കണ്ടതായി ഒരാൾ പറഞ്ഞു. വിവരം ഉടനെ ഇൻസ്പെക്ടർ അറിയിക്കണം. വേണ്ട സാർ, ഞങ്ങൾ തന്നെ അവനെ കസ്റ്റഡിയിലെടുക്കാം. ഓ, ആ, ശരി സാർ. ഹലോ, ഗുഡ് ഈവനിങ്. യൗവനമരുളും മധുരം പേറും പളുങ്കുപാത്രം ഞാൻ, രതിസുഖസാരെ കേട്ടു വിടർന്നൊരു രജനി പുഷ്പം ഞാൻ, നാഗനന്ദിനി ഞാൻ, കാലവല്ലരി ഞാൻ, ഈ ഞാൻ, ഈ ഞാൻ.
രതിസുഖസാരെ കേട്ടു വിടർന്നൊരു രജനി പുഷ്പം ഞാൻ, നാഗനന്ദിനി ഞാൻ, കാമവല്ലരി ഞാൻ, ഈ ഞാൻ, ഈ ഞാൻ, ഈ ഞാൻ, ഞാൻ, ഈ ഞാൻ. ചൂടുള്ള നേരം കുളിരു പകർന്നു എന്നിലെ രതിയ ഉണർത്താൻ. വേഗം വരൂ, മുന്നിൽ വരൂ, മുത്തം തരൂ. യൗവനമരുളും മധുരം പേറും പളുങ്കുപാത്രം ഞാൻ, രതിസുഖസാരെ കേട്ടു വിടർന്നൊരു രജനി പുഷ്പം ഞാൻ, നാഗനന്ദിനി ഞാൻ, കാമവല്ലരി ഞാൻ, ഈ ഞാൻ, ഈ ഞാൻ, ഈ ഞാൻ, ഞാൻ, ഈ ഞാൻ. സുഖനിമിഷം തേടി കരളികളിൽ അമൃത കരുതി മതകര കണികകൾ കോരി സുഗുണ സുഹൃത രചിതമൊരു സുഖനിമിഷം തേടി കളറിന്റെ നെഞ്ചിൽ താളമറിഞ്ഞും ഇടയുന്ന നെയ്യും ദാഹമറിഞ്ഞും വേണ്ടുവതൊക്കെ വിളമ്പാൻ കണ്ണിൽ തരൂ മാറിൽ തരൂ. ഓ ഓ ഓ ഓ യൗവനമരുളും മധുരം പേറും പളുങ്കുപാത്രം ഞാൻ, രതിസുഖസാരെ കേട്ടു വിടർന്നൊരു രജനി പുഷ്പം ഞാൻ, നാഗനന്ദിനി ഞാൻ, കാമവല്ലരി ഞാൻ, ഈ ഞാൻ, ഈ ഞാൻ, ഈ ഞാൻ, ഞാൻ, ഈ ഞാൻ. യൗവനമരുളും മധുരം പേറും പളുങ്കുപാത്രം ഞാൻ, രതിസുഖസാരെ കേട്ടു വിടർന്നൊരു രജനി പുഷ്പം ഞാൻ, നാഗനന്ദിനി ഞാൻ, കാമവല്ലരി ഞാൻ, ഈ ഞാൻ, ഈ ഞാൻ, ഈ ഞാൻ, ഞാൻ, ഈ ഞാൻ. ഗുഡ് മോർണിംഗ് സർ. ഇവിടെ ആരുമില്ല. ശരിയാ, ഇവിടെ ആരുമില്ല, നമുക്ക് പോവാം. നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്റെ ട്രൂപ്പിലുള്ള ആളല്ലെന്ന് എനിക്കറിയാം. പറയൂ, നിങ്ങൾ ആരാണ്? നിങ്ങൾ പോലീസിനെ ഭയപ്പെട്ട് നടക്കുന്ന ഒരു കുറ്റവാളിയാണെന്ന് തോന്നുന്നു. ഞാൻ വിചാരിച്ചാൽ നിങ്ങളെ പോലീസിൽ ഏൽപ്പിക്കാം. പക്ഷേ ഞാനത് ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളെ പേടിച്ചിട്ടല്ല. ഞാൻ ധാരാളം പുരുഷന്മാരെ കണ്ടിട്ടുണ്ട്. അവരോടൊന്നും ഒരിക്കൽ പോലും തോന്നാത്ത വികാരം എനിക്ക് നിങ്ങളോട് തോന്നുന്നു. കാരണം നിങ്ങളുടെ ശരീരഘടന. മനസ്സ് തുറന്നു പറയട്ടെ, വിരോധമില്ലെങ്കിൽ ഈ രാത്രി നിങ്ങൾക്ക് എന്റെ കൂടെ കഴിയാം. ഈ പറഞ്ഞതിൽ നിന്നും ഞാനൊരു വേശ്യയാണെന്നും ഞങ്ങളെപ്പോലുള്ളവർ ഇതൊരു തൊഴിലാക്കിയവരാണെന്നും ധരിക്കരുത്. എന്തോ എനിക്ക് നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെട്ടു. സോറി.
ഞാൻ നിങ്ങളുടെ പേര് ചോദിക്കാൻ മറന്നുപോയി. പേരെന്താ? മിസ്റ്റർ, എന്റെ ഒരു സ്പർശനമേൽക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങളൊരു പുരുഷനാണെന്ന് കരുതിയ എന്നെ വേണം പറയാൻ. നിങ്ങളൊരു പുരുഷനാണെന്ന് കരുതിയ എന്നെ വേണം പറയാൻ. നിങ്ങളൊരു പുരുഷനാണെന്ന് കരുതിയ എന്നെ വേണം പറയാൻ. ഏയ്, എണീക്കുന്നേ. സമ്മതിച്ചു, നിങ്ങളൊരു പുരുഷൻ തന്നെ. നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാം. നന്ദി. പന്ത്രണ്ടാം തീയതി നടക്കാൻ പോകുന്ന സോമശേഖരന്റെ അനുജന്റെ വിവാഹത്തിൽ ആ രാജനൊരു പ്രധാന കാര്യമാണെന്ന കാര്യം നിങ്ങൾ മറക്കുന്നു. സർ, പിന്നെ എന്തുകൊണ്ട് അയാളെ കസ്റ്റഡിയിലെടുക്കുന്നില്ല? അയാൾ ഈ നാട് മുഴുവൻ ചുറ്റിക്കറങ്ങുകയാണെന്ന് മിസ്റ്റർ ഗോപി പറയുന്നു. നമ്മുടെ ചുറ്റുവട്ടത്തിൽ കറങ്ങി നടക്കുന്ന അയാളെ പിടികൂടാൻ സാധിക്കില്ലെന്ന് വെച്ചാൽ എന്താണ് ഇതിനർത്ഥം? ഞങ്ങൾ എത്രയും വേഗം അവനെ കസ്റ്റഡിയിൽ എടുക്കും സർ. എന്ന്? വിവാഹം കഴിഞ്ഞിട്ടോ? ഡിപ്പാർട്ട്മെന്റിന്റെ പേര് കളഞ്ഞു വിളിക്കരുത്. നാളെ നേരം വെളുത്താൽ രാജന്റെ മുമ്പിലുണ്ടാവണം. അണ്ടർസ്റ്റാൻഡ്? യെസ് സർ. യു ക്യാൻ ഗോ. എടീ, ഒരു ഭിക്ഷക്കാരനോ തെണ്ടിക്കോ നിന്നെയും വിവാഹം കഴിച്ചു കൊടുത്താലും അവനും പിടിച്ചു പറിക്കാനുമായ അവന് നിന്നെയും കൊടുക്കില്ല. രാജേട്ടൻ കള്ളനാണെന്ന് അച്ഛൻ മാത്രമേ പറയുന്നുള്ളൂ. അതേടി, പേപ്പറിൽ വന്ന് ഈ ലോകം മുഴുവൻ നടന്നത് പോരായിരിക്കും. ഒന്നോർത്തു, രാജന് വിവാഹം കഴിക്കാമെന്ന് സ്വപ്നത്തിൽ പോലും നീ കരുതണ്ട. ഞാൻ അവർക്ക് വാക്ക് കൊടുത്തു. അതിന് ഒരു മാറ്റവുമില്ല. രാജേട്ടനല്ലാതെ ആരെങ്കിലും എന്നെ വിവാഹം കഴിക്കാൻ വന്നാൽ അയാൾ എന്റെ ശവത്തിലായിരിക്കും മാല. എന്ത് പറഞ്ഞേ കുരുത്തം കെട്ടവളെ? എങ്കിൽ ഞാൻ നിശ്ചയിച്ച കല്യാണം നടക്കുമെന്ന് നോക്കട്ടെ. സാറിനെ ഇന്നലെ കണ്ടില്ലല്ലോ. ഇത് അവിടെ ഭദ്രയുടെ കൂടെ ടി വിയിൽ അങ്ങ് കൂടി. ആ, ആരെങ്കിലും ഫോൺ ചെയ്തിരുന്നോ? ഇല്ല സാർ. താക്കോലിട്. ഇവിടെ രാജൻ എന്ന് പേരുള്ള ഒരാൾ താമസിക്കുന്നുണ്ടോ? രാജനോ? ആ, അതെ. നോക്കട്ടെ. ഉണ്ട്, 104. ഇതിലെ മുകളിലേക്ക് കയറി വലത്തോട്ട് തിരിഞ്ഞാൽ മതി. താങ്ക്സ്. എന്താ? എന്തു വേണം? രാജന്റെ റൂമല്ലേ ഇത്? അതെ, ഇരിക്കൂ. രാജൻ എവിടെ? രാജൻ അത്യാവശ്യമായ ഒരാളെ കാണാൻ പോയിരിക്കുക. ഇപ്പൊ വരും. ഇരിക്കൂ. വേണ്ട, ഞാൻ താഴെ പോയി നിന്നോളാം. അങ്ങനെ അങ്ങ് പോയാലെങ്ങനെ? ഞാനൊരാണല്ലേ, നിന്റെ രാജനെ പോലെ. ദയവായി എന്നെ ഒന്നും ചെയ്യരുത്. എന്തിനു ഉദ്ധരിക്കണം? ചെറിയൊരു സഹകരണം. ദാറ്റ്സ് ഓൾ. Oh,
എന്തിനാ ഇവിടെ വന്നു? രാജേട്ടനെ അന്വേഷിച്ച്. എന്തിന്? അച്ഛൻ എന്റെ വിവാഹം ഉറപ്പിച്ചു. കരയാതെ, ആരെങ്കിലും കാണും. നമുക്ക് മറ്റേ ലോഡ്ജിലേക്ക് പോവാം. ലോഡ്ജിലോ? അതിനെന്താ, ഞാൻ കൂടില്ലേ? വരും. ഇനി ഈ രാജനെ പിടിക്കുന്നത് വരെ എന്റെ ഭാര്യയുടെ മുഖത്ത് പോലും ഞാൻ നോക്കില്ല. യവനെ പിടിക്കാതെ ഞാൻ വെളിക്ക് പോലും ഇറങ്ങൂലണ്ടാ. പിടിക്കിറങ്ങണ്ട, നാറും. നാറിയാലും പിടിക്കും. ഇതിനെന്താ വില? 100 രൂപ. ഉഷേ, ഉഷേ. അമ്മ അമ്മ എനിക്ക് അത് വേണം. അതെടുക്കൂ. ഇതാ ബില്ല് ക്ലോസ് ചെയ്തേക്കൂ. മേഡം, കാർ വന്നിട്ടുണ്ട്. ഇതാ വരുന്നു. ബില്ല് ഞാൻ ചെയ്തോളാം. വേണ്ട, ഞാൻ കൊടുക്കാം. ഇതാ. ശരിയല്ലേ? ഇതാ ബില്ല്. താങ്ക്സ്. വരും മോളെ. ഇവിടുന്ന് ബോക്സ് അവിടെ. ബോക്സ്? അതൊരു പ്രസന്റേഷൻ ബോക്സ്. ഞാനത് DSP സാറിനെയാണെന്ന് വിചാരിച്ച് കൊടുത്തയച്ചു. കേട്ടോ, ഏതോ ഒരു ബോക്സ് ആ കടയിൽ നിന്ന് തെറ്റി വന്നിട്ടുണ്ട്. ബോക്സോ? അതെ, കണ്ടിട്ട് എന്തോ പ്രസന്റേഷൻ ആണെന്ന് തോന്നുന്നു. കടക്കാരന്റെ ഉത്തരവാദിത്തമില്ല. നീ എങ്കിലും ചെക്ക് ചെയ്തിട്ട് വേണ്ടേ കാറിലെടുത്ത് വയ്ക്കാൻ? ഞാൻ നാളെ അങ്ങോട്ട് പോകുമ്പോൾ കൊടുത്തേക്കാം. വേണ്ട വേണ്ട, വേണമെങ്കിൽ അവനോട് ഒന്ന് എടുത്തിട്ട് പോകാൻ പറ. എങ്കിലേ അവനൊക്കെ പഠിക്കൂ. അല്ലെങ്കിൽ വേണ്ട, കടക്കാരന് ഫോൺ ചെയ്ത് എടുത്തോണ്ട് പോകാൻ പറ. അത് തന്നെയായിരിക്കും ഇത്. അയ്യോ, ഇപ്പൊ തന്നെ എടുത്തോണ്ട് പോയിക്കോളൂ. അദ്ദേഹത്തിന്റെ സ്വഭാവം അറിയില്ലേ? ശരി, വേഗം നയിക്കണേ. എന്നെ വെക്കട്ടെ. എടി, നീ എന്തായി കാണിക്കുന്നത്? ഇവിടെ ആരായി തുറക്കാൻ പറഞ്ഞേ? കണ്ടോ കാണിച്ചു വെച്ചിരിക്കുന്ന പണി? സാർ, DSP സാർ. സാർ, കേറാ വണ്ടി.
Don't move. Don't move. Sorry. രാജേട്ടനും കൂടെ വാ, ഞാൻ തന്നെ പോവില്ല. ഞാൻ വന്നാൽ ആകെ കുഴയും. പോലീസ് എന്നെ ശ്രദ്ധിക്കുന്നത് നിനക്കറിയില്ലേ? നീ പോയി വിവരം പറഞ്ഞ് ആ ബോക്സിങ് വാങ്ങിയാൽ മതി. ഇല്ലാത്ത വയ്യാവേലിയെല്ലാം ഉണ്ടാക്കി വെച്ച് എനിക്കൊരു സമാധാനവും ഇല്ല. ഒന്നും സംഭവിക്കില്ല. നീ എന്ന് കടക്കാരനോട് ചോദിച്ചാൽ ആ സാധനം ഇങ്ങ് തരും. അതെ അതെ. എന്റെ പൊന്നു മോളല്ലേ, ചെല്ല് ചെല്ല്. കരിമ്പിന്റെ വില്ലും കമലപ്പൂവമ്പുമായി കാമൻ കടന്നു വന്നു. അഭയത്തിനായി ഞാൻ ആരോമലേ നിൻ അരികിൽ പറന്നു വന്നു.
അരികിൽ പറന്നു വന്നു. കരിമ്പിന്റെ വില്ലും കമലപ്പൂവമ്പുമായി കാമൻ കടന്നു വന്നു. അഭയത്തിനായി ഞാൻ ആരോമലേ നിൻ അരികിൽ പറന്നു വന്നു. അരികിൽ പറന്നു വന്നു. മഞ്ഞലയിൽ ഞാൻ കുളിരണിയുമ്പോൾ മാറിൽ ചൂട് തരൂ. മഞ്ഞലയിൽ ഞാൻ കുളിരണിയുമ്പോൾ മാറിൽ ചൂട് തരൂ. മനസ്സിൽ മോഹം തളിരണിയുമ്പോൾ മധുരം നീ പകരൂ. മധുരം നീ പകരൂ. മൃദുലവികാരം പിരിമുറുകുമ്പോൾ മത്സഖി നീയുണരൂ. മൃദുലവികാരം പിരിമുറുകുമ്പോൾ മത്സഖി നീയുണരൂ. കനക കവിളിൽ കമനീയതയുടെ കളഭം ചാർത്തി വരൂ. കളഭം ചാർത്തി വരൂ. കളഭം ചാർത്തി വരൂ. ഇത് തന്നെയല്ലേ ബോക്സ്? കവർ കീറിപ്പോയി. വേറെ പേപ്പർ ഇട്ട് പോയിരുന്ന. വളരെ ഉപകാരം. വരട്ടെ. ഒന്ന് വേഗം പോവാച്ചാല് 7 മണിക്കുമ്പോൾ എത്തണം. എത്തിയിട്ടില്ല സർ. ഹലോ, കൺഗ്രാജുലേഷൻ. ഹലോ. ഹലോ. താങ്ക് യു. ബന്ധോസൊക്കെ എങ്ങനെ? എല്ലാ സ്ഥലത്തും ആളുകൾ നിർത്തിയിട്ടുണ്ട്. ഓഹോ, പഞ്ചറുമായ. ഇവിടെ വേഗത്തിൽ എത്താൻ വേണ്ടി താൻ ചോദിച്ചു 100 രൂപ അധികം തന്നത്. താനും തന്റെ ഒരു ലൊടക്ക് വണ്ടി. ഒരുപാട് ലേറ്റ് ആയി. ഡോണ്ട് വറി, അതിനു മുൻപ് നമ്മൾ എത്തും.
കുറച്ചുകൂടി സ്പീഡ് കൂട്ടൂ. ഹലോ വിശ്വൻ. ഹലോ. എങ്ങനെ നിന്റെ സിംഗപ്പൂർ യാത്ര? ഈസ് ഇറ്റ് സക്സസ്? എവരിതിങ് ഓക്കെ. ഫ്ലൈറ്റ് അല്പം ലേറ്റ് ആണല്ലേ? ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു. ചെല്ല്. Come on, darling. ഹലോ. ഹലോ. യാത്രയൊക്കെ സുഖമായിരുന്നു? This is Mini. ഹലോ. ഹലോ. കം. മീറ്റ് മിസ്റ്റർ വിശ്വം. Hello. Best wishes. Best wishes to you also. ഇരിക്കണം. Thank you. ഹലോ. ഹലോ. Hello. Congratulations. Thanks. താങ്ക്സ്. രാജനെ ഇനിയും കാണുന്നില്ലല്ലോ. ബഹുമാന്യരെ, എന്റെ സഹോദരിയുടെ വിവാഹത്തിന് നേരിട്ട് വന്ന് ആശീർവദിച്ച നിങ്ങൾ ഓരോരുത്തരോടും ഞങ്ങൾ നന്ദിയുള്ളവരാണ്. ഡിന്നറിന് മുൻപൊരു വാക്ക്. മാരേജ് ഇൻവിറ്റേഷനിൽ പ്രത്യേകം സൂചിപ്പിച്ചിട്ടും ചില മാന്യ സുഹൃത്തുക്കൾ പ്രസന്റേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങളത് സ്വീകരിച്ചുവെങ്കിലും പ്രസന്റേഷൻ കൊണ്ടുവരാത്തവരുടെ മനോവേദനയെ മാനിച്ചുകൊണ്ട് ഈ സമ്മാനങ്ങൾ അനാഥാലയത്തിന്റെ പ്രസിഡന്റ് ശ്രീമാൻ ഭാസ്കരപിള്ളയെ ഏൽപ്പിക്കുന്നു. എങ്കിലും പ്രസന്റേഷൻ തന്നവരെ മാനിച്ചുകൊണ്ട് ലതികെ, നീ ഇത് തുറന്നു നോക്കണം. സാറിന്റെ ഈ മഹാമനസ്സതയ്ക്ക് ഞാൻ എന്നും നന്ദിയുള്ളവനായിരിക്കും. നന്ദി എനിക്കല്ലേ പറയേണ്ടത്, ദൈവത്തിന്. അപ്പോ കോർട്ടിൽ പോകാൻ സമയമായി. ഞാൻ വരട്ടെ. ഇത് മിസ്റ്റർ രാജൻ. ഹലോ. ഗ്ലാഡ് ടു മീറ്റ് യു. പ്ലീസ്. താങ്ക് യു. ഇരിക്കും. ഇരിക്കൂ. ഈ പ്രസന്റേഷൻ കൊണ്ടുവന്ന ആൾ സാധാരണക്കാരനാണെങ്കിലും കൊടുത്തയച്ച വ്യക്തി എന്റെ ബാല്യകാല സുഹൃത്തും ബിസിനസ് പാർട്ട്ണറുമായ ശ്രീമാൻ വിശ്വനാണ്. ഇതും കൂടെ തുറന്നു കണ്ടതിന് ശേഷം നമുക്ക് ഡിന്നറിന് പോവാം. ഹലോ മിസ്റ്റർ വിശ്വം. ഇരിക്കൂ. സുഖം. പിന്നെന്താ ലേറ്റ് ആയി പോയത്? ഫ്ലൈറ്റ് ലേറ്റ് ആയി. കാണാൻ നിസ്സാരമാണെങ്കിലും ഇതിലെന്തോ വിലമതിക്കാനാവാത്ത സാധനം ഉണ്ടെന്നുള്ളത് തീർച്ചയാണ്. കാരണം ഇത് കൊടുത്തയച്ചത് എന്റെ ആത്മസുഹൃത്താണ്. ലതികെ, ഇതിന്റെ മൂടി കൂടെ തുറന്നു കാണണം.